ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഒരു റമദാൻ സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് സമൂസ തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കണം. ഇത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സമൂസ റെസിപ്പിയാണ്. ഞാൻ ആദ്യം അടുപ്പിലോട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 സവാളയാണ്. ചെറുതായി അരിഞ്ഞ 2 സവാള നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചിയുടെ ഒരു 1/2 ടീസ്പൂണേ ഉള്ളൂ ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. ഒരുപാട് ചേർക്കേണ്ട, കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ എടുക്കുന്ന അളവനുസരിച്ച് ഇതിൻ്റെ അളവും കൂട്ടി കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യാനുസരണം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. അപ്പോൾ ഒരുപാട് ഇത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഇത് ഒരുപാട് വഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ സമൂസയ്ക്ക് ഒന്ന് ആ ഒരു കിരിയിരിപ്പുള്ളതാണ് ആ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാൻ 1-2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുത്തതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ സവാളയൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റാം. നമ്മുടെ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോഴാണ് ശരിക്കും ഇതിന് നല്ല ടേസ്റ്റ്. 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയുമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതുപോലെ മൂപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഈ സമൂസയ്ക്ക് ഒരു പ്രത്യേക സ്വാദാണ് കിട്ടുന്നത്. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് സവാളയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കണം. നന്നായിട്ട് യോജിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നിങ്ങൾ വെള്ളമൊന്നും ഒഴിക്കരുത്. ഒരിക്കലും വെള്ളം ഒഴിച്ചാൽ ഇത് ശരിയാവത്തില്ല, നമ്മുടെ സമൂസ ചീത്തയാവും. അപ്പോൾ ഇവിടെ നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ എടുക്കുന്നത് സമൂസ ഷീറ്റാണ്. സമൂസ ഷീറ്റ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സമൂസ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി സമൂസ ഷീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ സമൂസ ഷീറ്റ് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. മൈദ തന്നെയാണ് ഉപയോഗിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. മൈദയിൽ ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴച്ചിട്ട് നല്ല തിന്നായിട്ട് ഏറ്റവും കട്ടി കുറച്ച് പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് അടുപ്പിലോട്ടിട്ട് ജസ്റ്റ് മറിച്ചും തിരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വേവിക്കരുത്, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാനേ പാടുള്ളൂ. നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ കണ്ടോ, ഇത് കണ്ടോ, ഇതുപോലെ ഇരിക്കണം നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോഴും. അപ്പോൾ ഇതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ആദ്യം കോണോട് കോൺ കണ്ടോ, കോണായിട്ട് മടക്കുക. വീണ്ടും ആ കോൺ ഉപയോഗിച്ച് തന്നെ അടുത്ത ഭാഗത്തോട്ട് കോൺ മടക്കുക. ഇതുപോലെ കോണോട് കോണ് വേണം എല്ലാ ഭാഗവും മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതുപോലെയാണ് നമ്മുടെ സമൂസ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഫില്ലിങ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു ഭാഗത്ത് ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ മൈദയുടെ പേസ്റ്റ് തയ്യാറാക്കി ഇതെല്ലാം ഒന്ന് കവർ ചെയ്യും. കണ്ടോ, പിന്നെയാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. ഇത് തന്നെയാണ് നമ്മുടെ മൈദയുടെ പേസ്റ്റ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഈ സമൂസ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ആദ്യം കോണോട് കോൺ മടക്കിയതിന് ശേഷം നമ്മുടെ ഈ മൈദയുടെ പേസ്റ്റ് താഴോട്ട് വേണം തേക്കാൻ വേണ്ടിയിട്ട്. ഈ മുകൾ ഭാഗത്ത് വെക്കരുത്, കാരണം അവിടെ നമ്മൾ ഫില്ലിങ് വെക്കുന്ന സ്ഥലമാണ്. വീണ്ടും ഈ കോണോട് കോണിരിക്കുന്ന ഭാഗത്ത് ഇതുപോലെ മൈദയുടെ പേസ്റ്റ് തേക്കുക, വീണ്ടും ഒട്ടിക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനുള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം. കണ്ടോ, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആ മുകൾ ഭാഗത്ത് നിങ്ങൾ ആദ്യം തന്നെ പേസ്റ്റ് തേക്കരുത്. ഇതിങ്ങനെ തുറന്നിരുന്നാൽ നമുക്ക് ഇതിനുള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാൻ പറ്റും. ഇനി എല്ലാ ഭാഗത്തും നമുക്കിതുപോലെ എല്ലാ സൈഡിലും ഒന്ന് മൈദയുടെ പേസ്റ്റ് അപ്ലൈ ചെയ്യാം. ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് ഇതിനുള്ളിലേക്ക് വയ്ക്കാം. ഈ രണ്ടാമത്തെ ലെയറിനുള്ളിലേക്ക് നമുക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സമൂസ റെസിപ്പിയാണിത്. അപ്പോൾ വീട്ടിൽ തന്നെ സമൂസ ഷീറ്റ് ഉണ്ടാക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക.
പിന്നെ ഈ നമ്മുടെ സമൂസ ഷീറ്റ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്. പിന്നെ സാധാരണ കടകളിലും നോമ്പ് മാസമൊക്കെ ആയതുകൊണ്ട് കാണാനും ഇടയുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ബാക്കിയുള്ളത് കൂടി റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഓയിൽ ചൂടാക്കി എടുക്കുക. നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ സമൂസ ഇതിനുള്ളിലേക്ക് ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ മറിച്ചും തിരിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്കിത് എടുക്കാം. ശരിക്കും സവാള ഇതിൽ കിടന്നും ഒന്നുകൂടി ഒന്ന് വഴഞ്ഞ് കിട്ടും. കണ്ടോ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ പുതിയ അപ്ഡേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയിൽ വീണ്ടും കാണാം.